കോസ്റ്റൽ റോഡിലൂടെയുള്ള യാത്ര ഒന്നുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ പോകുമ്പോഴാണ്. നല്ല രസമില്ല ഇതിലൂടെ ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. ഒരു സിംഗപ്പൂരൊക്കെ ഒരു ഫീൽ ഉണ്ടോ? ഇതാണ് ഹാജി അലി. ഹലോ ചങ്കളെ, സുഖമല്ലേ? മുംബൈയിൽ ഇപ്പോൾ മഴയുടെ സീസണാണ്. മഴയത്ത് മുംബൈയിലൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞതിന് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് കോസ്റ്റൽ റോഡിലൂടെ ഒന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി. അപ്പോൾ കണ്ട കാഴ്ചയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് കുളാബയിൽ നിന്ന് മുംബൈ എയർപോർട്ട്, ബാൻഡ്ര, അന്ധേരി ആ സൈഡിലേക്കൊക്കെ പോകുന്ന റോഡ് കേട്ടോ. ഇതിൻ്റെ ഇടതുവശത്ത് അറബിക്കടലാണ്, വലതുവശത്ത് നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. ഞാനിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ക്യാമറ വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് കാണാത്തത്. ഈ റോഡിന് ഒരുപാട് പ്രത്യേകതകളുള്ള റോഡാണ്. ഇതാണ് കോസ്റ്റൽ റോഡ് മുംബൈയിലെ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ പിന്നെ ചെയ്യാം. ഇപ്പം ഞാൻ ഈ മഴക്കാലം ആയതുകൊണ്ട് എങ്ങനെയാണ് മഴക്കാലത്തുള്ള ഡ്രൈവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ റോഡിലൂടെ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ലെഫ്റ്റ് സൈഡത്തെ അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങോട്ട് കയറും ഈ റോഡിലേക്ക്. ഇതിന് പുറമെ മഴ, പിന്നെ നമുക്ക് മുന്നിൽ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. ഒരു പുകമറ പോലെയല്ലേ കാണുന്നത്. അതെന്താ വെച്ചാൽ ആകെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ കടലിലത്തെ വെള്ളമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയ മറൈൻ ഡ്രൈവ്. മുംബൈയുടെ പുതിയ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഇതാണിപ്പോൾ. ഇവിടെ വൈകുന്നേരം ഇപ്പോഴും ആൾക്കാരുണ്ട്, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് തിരക്കാവും. ഇവിടെ അതിൻ്റേതായിട്ടുള്ള വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദൂരെ കാണുന്നുണ്ടോ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ടോ? അടിപൊളി ആയിട്ട് കാണാം. നമ്മൾ മഴയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല വൃത്തിക്ക് കാണാം. നമുക്ക് ഒരുമാതിരി നമ്മളൊരു ദുബായിലൂടെയോ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂരിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വന്നിങ്ങനെ മൂടിയൊക്കെയാണ്. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊക്കെ ബിൽഡിങ്ങുകളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഈ റോഡിലൂടെ ഒരു കിടിലെ ഞാനൊരു യാത്ര നടത്തുന്നുണ്ട്. കാരണം ഈ റോഡിലൂടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കാണുന്നുണ്ടോ വലിയ വലിയ ബിൽഡിങ്ങുകൾ? ഇപ്പം നമ്മൾ പോകുന്നത് ഹാജി അലി ദർഗയുടെ അടുത്തൂടെ, പക്ഷേ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ, കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സമയത്ത് ഹാജി അലി ദർഗ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് മൊത്തം 8 വരി റോഡാണ്, 2 സൈഡായിട്ട്. വൺ സൈഡ് 4 വരി, അപ്പുറത്തെ സൈഡ് 4 വരി. നല്ല രസമാണ് ഇതിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് നമ്മളത് പാഴാക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഈ വഴിക്ക് 2-3 വട്ടമായി പോകുന്നു. അപ്പോൾ മുഴുവനും ഭയങ്കര മഴയായിരുന്നു, വലിയ മഴയായിരുന്നു. ആ വലിയ മഴ ആയതുകൊണ്ട് അത്രത്തോളം രസമായിരുന്നു കാണാനായിട്ട്. അതാണ് ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചത്. ഹാജി അലി ദർഗ, ഞാനിവിടെ വണ്ടി ഒതുക്കുന്നുണ്ട്. ഹാജി അലി ദർഗ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹാജി അലി ദർഗ. ആ വഴി ഒരു മഴ വരുന്നുണ്ട്. ഞാൻ ആ ദർഗ നിങ്ങളെ കാണിക്കാൻ വെള്ളം നിറഞ്ഞു. നമുക്ക് ഇവിടെ അധികം വണ്ടി നിർത്താൻ പറ്റില്ല. കാരണം ഫുൾ ടൈം മുംബൈയുടെ ട്രാഫിക് പോലീസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവന്മാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അടിമുടി ഫൈൻ അടിച്ചു തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് എടുത്തത്. മുംബൈയിൽ ഗംഭീര മഴ നടന്നുകൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളും വെള്ളപ്പൊക്കത്തിലാണ്. എയർപോർട്ടിൻ്റെ സൈഡൊക്കെ വെള്ളത്തിലാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഇവിടെയൊക്കെ സെലിബ്രിറ്റികളുടെയൊക്കെ വീടുകളെല്ലാം ഇതിൻ്റെ അടുത്താണ്. കണ്ടോ, മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കടൽ എത്രത്തോളം ഡേഞ്ചർ ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ,
കോസ്റ്റൽ റോഡിലൂടെയുള്ള യാത്ര ഒന്നുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ പോകുമ്പോഴാണ്. ഇപ്പം ഈ സൈഡിലേക്ക് അധികം മഴയില്ല, അതുകൊണ്ടാട്ടോ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു സിംഗപ്പൂരൊക്കെ ഒരു ഫീൽ ഉണ്ടോ? ഇവിടെ വരുന്ന ഈ സായിപ്പന്മാരെയും കൊണ്ടൊക്കെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴേ അവരിങ്ങനെ പറയാം എത്രത്തോളം ഡെവലപ്പായിരുന്നു മുംബൈ. കാരണം മുമ്പൊക്കെ എയർപോർട്ടിൽ നിന്ന് ഈ കുളാബ സൈഡിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം വേണമായിരുന്നു. ഇപ്പം ഈ പുതിയ റോഡ് വന്നപ്പോൾ വെറും 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാൻഡ്രയിൽ നിന്ന് സൗത്ത് മുംബൈയിലേക്ക് എത്താം. കുളാബ ഈ സൈഡിലേക്ക് എല്ലായിടത്തേക്കും എത്താം. വേണ്ടോ, അതായത് നിൽക്കുന്നു, ഹൈവേ പോലീസ് നിൽക്കുന്നുണ്ട്. ഇവന്മാർ ആരെങ്കിലും വണ്ടി ഇവിടെ ഒതുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന. പിന്നെ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ മൊത്തം ചെക്കന്മാരും പെൺപിള്ളേരൊക്കെ വന്നേക്കുക. ഇവിടെ നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആ കടലിൽ നിന്ന് വെള്ളം ഈ റോഡിലേക്ക് അഴിച്ചു കയറുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ തൽക്കാലം ഇവിടെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. ഇവിടെ പുതിയ മറൈൻ ഡ്രൈവിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പഴയ മറൈൻ ഡ്രൈവ് മാറി വലിയൊരു മറൈൻ ഡ്രൈവാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഈ വർലിയിൽ വരുന്നു. വർലി തൊട്ട് അങ്ങോട്ടുണ്ട്, പക്ഷെ കണ്ടിന്യൂ ആയിട്ടില്ല, ഇടയിലിടയിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഇതാണ് വരുന്നത്, എന്താ പറയുക, മറൈൻ ഡ്രൈവ്. അവിടുത്തെ മറൈൻ ഡ്രൈവിൽ, സൗത്ത് മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർക്ക് നിൽക്കാനിരിക്കാനൊന്നും സ്ഥലമില്ല. ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ അത്രത്തോളം വലിയതാണ് വരുന്നത്. എല്ലാത്തിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. റോഡ് നമ്മൾ ഇതിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുംബൈയിൽ വന്നിട്ട് ഇങ്ങനെ മുംബൈയിലെ റോഡിലൂടെ തെലങ്കും ഓടാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചതൊക്കെ നടന്നു. വലിയ നമ്മൾ ഈ പത്രത്തിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളപ്പുറം അതിലൂടെയൊക്കെ വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതാണ് വേറൊരു കാര്യം. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ കോസ്റ്റൽ റോഡ് ഇവിടെ തീരും. ഇവിടെ കോസ്റ്റൽ റോഡ് അവസാനിക്കും. ഈ നീല ബ്രിഡ്ജ് കാണുന്നുണ്ടോ? ഇതിനപ്പുറം ഇനി വരുന്നത് വർലി ബാൻഡ്ര കണക്റ്റിംഗ് ബ്രിഡ്ജ്. അതിനെയാണ് സീലിംഗ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് സീലിംഗ് ബ്രിഡ്ജ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റൽ റോഡ് കയറും. മഴ തുടങ്ങി വീണ്ടും. ഇത്ര നേരം നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി. ഇത്ര നേരം നമുക്ക് കാറ്റൊന്നും പിടിക്കില്ല. ഈ സീലിംഗ് ബ്രിഡ്ജിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ നന്നായിട്ട് കാറ്റ് പിടിക്കും. വെയിറ്റ് ഉള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഓടിക്കുന്നത് XL6 ആയതുകൊണ്ട്, എർട്ടിഗയുടെ XL6 എൻ്റെ അടുത്തുള്ള വണ്ടി, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. മറ്റേ ഇയോണും അങ്ങനെയുള്ള ചെറിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ കാറ്റത്ത് പാറിപ്പോയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഓവർ സ്പീഡിൽ പോകാൻ പറ്റില്ല. 80 കിലോമീറ്ററാണ് ഇതിൽ പറഞ്ഞേക്കുന്ന സ്പീഡ്. അതിനപ്പുറം പോകാൻ പറ്റില്ല. കാണുന്നതാണ് സീലിംഗ് ബ്രിഡ്ജ്. മഴ കാരണം കൊണ്ട് വ്യക്തമല്ല. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൂടുതലും ഇങ്ങനെ വെള്ളം വരുന്നത് മഴയേക്കാൾ കൂടുതൽ കടലിൽ നിന്ന് അടിച്ചു കയറുന്ന വെള്ളമാണ്. അത്രയും വലിയ തിരമാലയുണ്ട് ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ സീലിംഗ് ബ്രിഡ്ജിലേക്ക് കയറും. അല്ല, ഓൾറെഡി കയറി. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് കണക്റ്റ് ആവും. ഇതാണ് സീലിംഗ് ബ്രിഡ്ജ്.
ക്ലിയറുള്ള ഒരു ദിവസം വരാം ഇതിലൂടെ. നല്ല രസമില്ല ഇതിലൂടെ ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. അങ്ങനെ ഇതോട് കൂടിയിട്ട് ഇത് ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ ബാൻഡ്രയായി. ആ നേരെ കാണുന്നതാണ് ബാൻഡ്രയിലെ താജ് ഹോട്ടൽ. ക്ലിയർ ആയിട്ട് കാണില്ല, ഗംഭീര മഴ. എങ്കിലും നേരെ നിങ്ങൾക്കൊരു ബിൽഡിങ് കാണാം. അതാണ് ബാൻഡ്രയിലെ താജ് ഹോട്ടൽ. അതിൻ്റെ അടുത്താണ് ഷാറുഖ് ഖാൻ്റെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മഴ വിശേഷം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒടുക്കത്തെ ട്രാഫിക് ആയിരിക്കും. എനിക്കിനി ഒരുപാട് സമയമെടുക്കും എയർപോർട്ടിൽ എത്താനായിട്ട്. അതിൻ്റെ ട്രാഫിക് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ അത് ഇവിടെ ടോൾ കൊടുത്ത് പോകണം. ഇത് ബാൻഡ്ര വർലി ടോൾ പ്ലാസ. ആ ഫ്രണ്ടിൽ കാണുന്ന ടോളിൽ വൺ സൈഡ് 100 രൂപയും ഡബിൾ സൈഡ് 150 രൂപയും. ഇത്രയൊക്കെ ഉള്ളൂ ഈ മഴയാത്രയുടെ വിശേഷം. ഇനി എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അടുത്ത വിശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ബോംബെയിലത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയുകയും വേണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.